നമസ്കാരം. നമ്മൾ പലപ്പോഴും കാണുന്ന വലിയ രാഷ്ട്രീയ ചിത്രങ്ങൾക്കപ്പുറം ഒരു മണ്ഡലത്തിന്റെ ഹൃദയമിടിപ്പ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുക? ഇന്നു നമ്മൾ ബേപ്പൂർ എന്ന തീരദേശ മണ്ഡലത്തിന്റെ ഉള്ളറകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയാണ്. അതായത് ദേശീയ തലത്തിലുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇലക്ഷൻ ജയിക്കുന്നതും തോൽക്കുന്നതും താഴെ തട്ടിലാണ്, ഓരോ വീട്ടിലും ഓരോ ഇടവഴിയിലും. ബേപ്പൂർ പോലൊരു മണ്ഡലത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം കാണാൻ പറ്റും. ശരി, അപ്പോൾ ബേപ്പൂരിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നമ്മൾ 5 കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ആദ്യം അവിടത്തെ ഭൂപ്രകൃതിയും ജനങ്ങളും എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. പിന്നെ കഴിഞ്ഞ കുറച്ച് ഇലക്ഷനുകളിലെ കണക്കുകൾ. അതിനുശേഷം സാധാരണക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. പിന്നെ ഇതൊക്കെ വെച്ച് ഒരു വിജയതന്ത്രം എങ്ങനെയുണ്ടാക്കാം, അവസാനം ആ തന്ത്രം എങ്ങനെയൊരു നല്ല ഭരണത്തിനുള്ള രൂപരേഖയാക്കി മാറ്റാം എന്ന് നമ്മൾ കാണും. ഓരോ മണ്ഡലത്തിനും അതിന്റേതായ ഒരു ആത്മാവുമുണ്ട്. ബേപ്പൂരിന്റെ കാര്യത്തിൽ അവിടുത്തെ ഭൂമിയും മനുഷ്യരും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. ഈ ബന്ധമാണ് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത്. അതായത് ഈ മണ്ഡലത്തെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒരു ഭാഗത്ത് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തീരദേശ വാർഡുകൾ, മറുഭാഗത്ത് കുറച്ചുകൂടി ഉള്ളോട്ട് മാറിയുള്ള സെമി അർബൻ പ്രദേശങ്ങൾ. സ്വാഭാവികമായും ഒരു മത്സ്യത്തൊഴിലാളിയുടെ ആശങ്കകളാവില്ല ഒരു ടൗണിൽ ജീവിക്കുന്ന ആളുടേത്. ഈ വ്യത്യാസം അവരുടെ രാഷ്ട്രീയത്തിലും കാണാം. ഇനി നോക്കൂ, ഈ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടത്തെ ജനസംഖ്യയുടെ ഒരു ഘടന. ഏകദേശം 52% മുസ്ലിങ്ങളും 48% ഹിന്ദുക്കളും. വളരെ ചെറിയൊരു മാർജിനല്ലേ? ഇതിനർത്ഥമെന്താ? ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തി ഇവിടെ ജയിക്കാനാവില്ല. ഓരോ സമൂഹവും ഓരോ വോട്ടും ഇവിടെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഈ സാമൂഹിക ഘടനയൊക്കെ എങ്ങനെയാണ് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത്? നമുക്ക് കണക്കുകളിലേക്ക് കടക്കാം. കഴിഞ്ഞൊരു 10 വർഷത്തെ എലക്ഷൻ ഡേറ്റ് എടുത്തു നോക്കിയാൽ ബേപ്പൂരിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ വളരെ വ്യക്തമായി കാണാം. ഈ കണക്കുകൾ നോക്കൂ. 2011, 2016, 2021 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്: ബേപ്പൂരിലെ ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ നല്ല താൽപ്പര്യമുണ്ട്. വോട്ടിംഗ് ശതമാനം എപ്പോഴും ഉയർന്നതാണ്, ഏകദേശം 80%. അതായത് ഇവിടെ ആളുകൾ വെറുതെ ഇരിക്കുന്നില്ല, അവർ വിധിയെഴുതാൻ ഇറങ്ങിവരുന്നുണ്ട്. ഈ കണക്കുകൾക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ഈ ചാർട്ട് അത് കൃത്യമായി പറയുന്നു. നോക്കൂ, UDFന്റെ വോട്ട് ഷെയർ 10%-ലധികം കുറഞ്ഞു. അതേസമയം BJPയുടെ വോട്ട് ഷെയർ 7%-ലധികം കൂടി. ഒരു മൂന്നാം ശക്തിയായി അവർ അവിടെയുണ്ട്. LDF ആകട്ടെ അവരുടെ വോട്ട് വിഹിതം കുറച്ചുകൂടി ഉറപ്പിച്ചു. ചിത്രം വ്യക്തമാണല്ലേ? ഇവിടെയാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്. ഓരോ വോട്ടറും അവരുടെ രാഷ്ട്രീയം എന്തായാലും ഒരുപോലെ ബഹുമാനമർഹിക്കുന്നു. ഭരണഘടന വിഭാവനം ചെയ്യുന്നതും അതാണ്. ഓരോ പൗരന്റെയും അന്തസ്സ്. നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങൾ ഉത്തരവാദിത്തത്തോടെയുള്ളതും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതും ആയിരിക്കണം, അല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാകരുത്. ഓക്കെ, അപ്പോൾ കണക്കുകൾ നമുക്കൊരു ദിശാബോധം തരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് വോട്ടുകൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത്? അതിന് നമ്മൾ സംഖ്യകളിൽ നിന്ന് മനുഷ്യരിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പ്രാദേശിക രാഷ്ട്രീയം എപ്പോഴും ജനങ്ങളുടെ പരാതികളെ ചുറ്റിപ്പറ്റിയാണ് കറങ്ങുന്നത്. ഒരു വാഗ്ദാനം കൊടുക്കുന്നു, അത് നടപ്പിലാക്കുന്നില്ല. ആ വിടവ്, അതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അവസരം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അകലം കൂടുന്തോറും ഭരണവിരുദ്ധ വികാരം കൂടും. ഇതൊന്നും വിദൂരത്തുള്ള പ്രശ്നങ്ങളല്ല. ഇതൊക്കെ ബേപ്പൂരിലെ ഓരോ വീട്ടിലും ചർച്ചയാവുന്ന കാര്യങ്ങളാണ്. തീരദേശത്ത് കുടിക്കാൻ വെള്ളമില്ല. ഉള്ള റോഡാണെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. ഗൾഫിൽ നിന്ന് തിരികെ വന്ന ചെറുപ്പക്കാർക്ക് ജോറിയില്ല. സാധനങ്ങൾക്ക് തീ പിടിച്ച വില. റോഡിലിറങ്ങിയാൽ ബ്ലോക്ക്. ഇങ്ങനെയുള്ള യഥാർത്ഥ പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ മനസ്സിൽ. അതായത് LDF സർക്കാരിന് ഭരണനേട്ടങ്ങൾ പലതുണ്ടാവാം, പക്ഷേ ഈ പ്രാദേശിക പ്രശ്നങ്ങൾ, വെള്ളം, റോഡ്, വിലക്കയറ്റം, ഇതൊക്കെ അവർക്കെതിരെ ഒരു വികാരമുണ്ടാക്കുന്നുണ്ട്. പോരാത്തതിന് ചില ആരോപണങ്ങൾ കൂടി വരുമ്പോൾ നിഷ്പക്ഷരായ വോട്ടർമാരുടെ ഇടയിൽ ഒരു സംശയം ഉടലെടുക്കും. ഇതാണ് പ്രതിപക്ഷം മുതലെടുക്കാൻ ശ്രമിക്കുന്ന പ്രധാന ദൗർബല്യം. അപ്പം ഇതാണ് നിലവിലെ അവസ്ഥ. കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്, ജനങ്ങളുടെ പ്രശ്നങ്ങളും നമുക്കറിയാം. ഇനി ഇത് രണ്ടും ചേർത്ത് ഒരു വിജയതന്ത്രം എങ്ങനെ രൂപപ്പെടുത്താം? നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്നൊരു തന്ത്രപരമായ സമീപനം പരിശോധിക്കാം. എന്താണ് ഈ ചതുർമുഖ സിദ്ധാന്തം? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു 4 തലത്തിലുള്ള സമീപനമാണ്. ഓരോ പ്രധാന രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ടുവെക്കുന്ന ആശയത്തെ നേരിടാൻ നമ്മുടേതായ ഒരു മറുപടി വേണം. ഒരൊറ്റ ആശയം കൊണ്ട് എല്ലാവരെയും നേരിടാനാവില്ല. ഓരോരുത്തർക്കും പ്രത്യേകം മറുപടി കൊടുക്കണം. ഇതൊരു രാഷ്ട്രീയ ചതുരംഗം കളിക്കുന്നത് പോലെയാണ്. LDF പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് സുസ്ഥിരമായ ക്ഷേമ ഭരണം തരുന്നു. അപ്പോൾ UDF തിരിച്ചു പറയണം, നിങ്ങളുടെ കാലാഹരണപ്പെട്ട ഭരണമല്ല,
ഞങ്ങൾ പുതിയ തൊഴിലവസരങ്ങളും ഭാവിയും വാഗ്ദാനം ചെയ്യുന്നു. ഇനി BJP ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംരക്ഷകരായി വരുമ്പോൾ UDFന് പറയാൻ കഴിയണം, ഞങ്ങൾ ഒരു വിഭാഗത്തിന്റെയല്ല, എല്ലാ സമൂഹങ്ങളുടെയും അവകാശങ്ങളും സുരക്ഷയും ഉറപ്പാക്കും. അതായത് എതിരാളിയുടെ കരുത്തിനെ നിർവീര്യമാക്കുക, അവരുടെ പോരായ്മകളെ ലക്ഷ്യം വയ്ക്കുക. പക്ഷേ ഈ തന്ത്രങ്ങളൊക്കെ കടലാസിൽ മാത്രം പോരല്ലോ. ജനങ്ങൾക്ക് വേണ്ടത് പരിഹാരമാണ്. അപ്പോ ഈ തന്ത്രം എങ്ങനെ പ്രായോഗികമായ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഭരണ പദ്ധതിയാക്കി മാറ്റാൻ കഴിയും? ഇവിടെ ലക്ഷ്യം കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല, അതിനപ്പുറം മികച്ച ഒരു ഭരണം കാഴ്ചവെക്കുക എന്നതാണ്. കാരണം അവസാനം ജനങ്ങൾ ഓർക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ ഇല്ലയോ എന്നു മാത്രമായിരിക്കും. ജനങ്ങളുടെ ഏറ്റവും വലിയ 3 പരാതികൾക്ക് 3 കൃത്യമായ പരിഹാരങ്ങൾ. 1. കുടിവെള്ള പ്രശ്നത്തിന് ജൈക്ക സഹായത്തോടുള്ള പൈപ്പ് ലൈൻ പൂർത്തിയാക്കുക. 2. റോഡുകൾ കാലി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തീരദേശ ഹൈവേ വികസിപ്പിക്കുകയും പ്രധാനപ്പെട്ട ഉൾറോഡുകൾ നന്നാക്കുകയും ചെയ്യുക. 3. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പയനിയർ വില്ലേജ് എന്ന പേരിൽ വ്യവസായ IT ഹബ്ബുകൾ തുടങ്ങുക. ഇവയൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന അളക്കാവുന്ന വാഗ്ദാനങ്ങളാണ്. അതോടൊപ്പം ഈ വലിയ പദ്ധതികൾ ഓരോ വിഭാഗം ജനങ്ങളിലേക്കും എങ്ങനെ എത്തിക്കുമെന്നും വ്യക്തമാക്കണം. യുവാക്കൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സഹായം, സ്ത്രീകൾക്ക് വിലക്കയറ്റം നേരിടാൻ സബ്സിഡിയുള്ള സാധനങ്ങൾ, ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർക്ക് പ്രത്യേക തൊഴിൽ പദ്ധതികൾ, കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും താങ്ങുവിലയും ആധുനിക സാങ്കേതിക വിദ്യയും, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഹാരം. ഇങ്ങനെ ഓരോ വിഭാഗത്തെയും മനസ്സിലാക്കി അവരോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കണം: അവരുടെ സ്വകാര്യതയെയും വിവരങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. ഇന്ത്യയുടെ പുതിയ ഡേറ്റാ പ്രൊട്ടക്ഷൻ നിയമങ്ങളനുസരിച്ച് ഓരോ വ്യക്തിക്കും അവരുടെ വിവരങ്ങളിൽ അവകാശമുണ്ട്. അവരുടെ അനുവാദമില്ലാതെ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. വിശ്വാസം കെട്ടിപ്പടുത്തുന്നതിന്റെ ആദ്യപടി അതാണ്. അപ്പോൾ അവസാനം നമ്മൾ ഈ ചോദ്യത്തിലാണെത്തുന്നത്: ബേപ്പൂരിലെ ഒരു സാധാരണ വോട്ടർക്ക് എന്തായിരിക്കും പ്രധാനം? ദീർഘകാലത്തേക്കുള്ള വലിയ സ്വപ്നങ്ങളാണോ, അതോ ഇന്ന് അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു അടിയന്തര ആശ്വാസമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഒരു യഥാർത്ഥ ജനകീയ നേതാവിന്റെ ലക്ഷ്യം. നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള ഒരു നേതാവാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080-42041602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയം ലക്ഷ്യത്തിനപ്പുറം.